നമുക്ക് കുലദേവതയുടെ അനുഗ്രഹമില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. കുലദേവത കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ള ദേവന്മാർ. ഗ്രാമദേവതയായാലും ശരി, പിന്നെ മറ്റ് തട്ടകത്തിലമ്മ അങ്ങനെയൊക്കെ പറയില്ല നമ്മൾ. അതുപോലെ പ്രധാനപ്പെട്ട ദൈവങ്ങളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ അവരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അവരിൽ നിന്നും നമുക്ക് വാങ്ങേണ്ടത് തരേണ്ടത് വാങ്ങിത്തരുന്നത് കുലദേവതയാണ്. അതുപോലെ തന്നെ കുലദേവത പ്രശ്നമുണ്ടെങ്കിൽ ഒന്നും നടക്കുകയില്ല. കാരണം നിങ്ങൾ എത്ര പോയി തിരുപ്പതിയിൽ പോയിട്ട് സ്വർണം കൊടുത്താലും നിങ്ങൾക്ക് ധനം കിട്ടില്ല. കാരണം കുലദേവത അവിടെ പറയും, കുലദേവതയോട് ചോദിക്കാതെ ഒന്നും തരില്ല. അവരാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പം എല്ലാവർക്കും എല്ലായിടത്തിലും ഈ കുലദേവത ചിലർക്ക് അറിയില്ല, ചിലർക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അങ്ങനെയൊക്കെ പലതരത്തിൽ ചിലർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു താന്ത്രിക പരിഹാരത്തിലൂടെ ഈ കുലദേവതാ ദോഷം ഏറെക്കുറെയൊക്കെ കുറയ്ക്കാമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതും നമുക്ക് അനുഭവത്തിലുള്ളതും. അപ്പം അതെന്താണെന്ന് ഞാനിന്ന് പറയാം. അതായത് ഞാനിപ്പോൾ പറയുന്നത് ഓരോ രാശിയുടെയല്ല. നമ്മളിപ്പോൾ നമ്മുടെ കാലപുരുഷൻ, അതായത് മേടം മുതൽ മീനം വരെയുള്ള ആ യൂണിവേഴ്സിൻ്റെ അതാണ് നമ്മുടെ യഥാർത്ഥ ആരൂഢം, ലോകത്തിൻ്റെ ആരൂഢം, മേടം മുതൽ മീനം വരെ. അപ്പോൾ മേടത്തിൻ്റെ 5ാം ഭാവമാണ്, അതായത് 5ാം ഭാവമാണ് എല്ലാവരുടെയും കുലദേവതയെ നിർണ്ണയിക്കുന്നത്. രത്നത്തിൻ്റെ 5ാം ഭാവമാണ് എടുക്കുന്നത്. അപ്പോൾ കാലപുരുഷൻ്റെ 5ാം ഭാവം നമുക്ക് എടുക്കാം. എന്താ? ചിങ്ങമാണ്. അപ്പം ചിങ്ങത്തിൻ്റെ അധിപനാരാണ്? സൂര്യദേവനാണ്, അല്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരെയും എടുക്കാം. അപ്പം സൂര്യദേവൻ്റെ സൂര്യദേവൻ എവിടെയാണ് ഉച്ചത്തിൽ വരുന്നത്? നമുക്കറിയാമല്ലോ, സൂര്യഭഗവാൻ ഉച്ചത്തിൽ വരുന്നത് മേടൻ രാശിയിലാണ്, അതായത് ചൊവ്വായുടെ നക്ഷത്രത്തിലാണ്. അപ്പം ചൊവ്വ അവിടെയാണ് ചൊവ്വയുണ്ട്, സൂര്യനുണ്ട്. പിന്നെ മേടത്തിൻ്റെ സപ്തമാധിപതി, അതായത് പരിഹാരം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, 7ാം ഭാവാധിപതിയെ വെച്ച് വേണം പരിഹാരം എടുക്കാൻ. എന്നാലും അത് വർക്ക് ഔട്ട് ആകത്തുള്ളൂ. കൂടുതൽ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമായിരിക്കും ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ 7ാം ഭാവാധിപതിയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കി, മേടത്തിൻ്റെ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ തുലാമാണ്. തുലാത്തിൽ ഉച്ചത്തിൽ വരുന്ന ഏത് ഗ്രഹമാണ്? തുലാത്തിൽ ഉച്ചത്തിൽ വരുന്നത് ശനിയാണ്. അപ്പം അതുകൊണ്ടാണ് മിക്കവാറും എല്ലാവരും ഈ ശനിദോഷ പരിഹാരം എന്ന് പറഞ്ഞ് ഓടുന്നത്. മനസ്സിലായില്ല? കാലപുരുഷൻ്റെ തന്നെ 7ാം ഭാവത്തിൽ കാലപുരുഷൻ്റെ തന്നെ പരിഹാരത്തിലേക്ക് വരുന്ന ദേവത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാണ്. തുലാത്തിൽ ഉച്ചത്തിൽ വരുന്നതാണ് ശനി. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇവരെയൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ചന്ദ്രനാണ്. നമുക്കിതൊക്കെ ചെയ്യാൻ എപ്പോഴും നമുക്ക്